നോവൽ എന്ന് പറഞ്ഞാൽ അതിലൊരു ഭൂമിശാസ്ത്രപരമായ ഒരു കെട്ടുറപ്പ് വേണം, ഒരു ചുറ്റുപാട് വേണം. ജയശങ്കർ ഇതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭൂമിശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ബുക്ക് കയ്യിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പ്രകാശനം എപ്പോഴല്ല, അതുകൊണ്ട് ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ആദ്യത്തെ 4-5 പേജ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ആ കഥ നടക്കുന്ന ആ ഒരു ചുറ്റുപാടിൻ്റെ, ആ സൊസൈറ്റിയുടെ ഭൂമിശാസ്ത്രപരമായ കാഴ്ചപ്പാട്, അതുപോലെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്, രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാട്, സാമൂഹികം, സാമ്പത്തികം, സാംസ്കാരികം എല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം ഒരെഴുത്ത് എന്ന് പറഞ്ഞാൽ കാലത്തെ അടയാളപ്പെടുത്തണം, അതോടൊപ്പം കാലത്തിന് അതീതമായിരിക്കുകയും വേണം. ആ കാലം കഴിഞ്ഞാലും നമ്മൾ അങ്ങ് പോയാലും അത് വായിച്ച ആൾക്ക് ആ കാലത്തെക്കുറിച്ചൊരു ബോധ്യം കിട്ടണം. 1990 കാലഘട്ടത്തെക്കുറിച്ചാണ് ജയശങ്കർ പറഞ്ഞതെങ്കിൽ പോലും അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോൾ കോവിഡ് വന്ന കാലത്തെക്കുറിച്ച് പോലും പറയുന്നു. എന്ന് വെച്ചാൽ 2019 കാലഘട്ടത്തെക്കുറിച്ച്. 90 മുതൽ ഇനി 2019-20 കാലഘട്ടം വരെ അടയാളപ്പെടുത്താൻ ഈ 56 പേജിനുള്ളിൽ ഒരു കുഞ്ഞു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു നോവലിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് അയാളുടെ കഴിവ് തന്നെയാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റും. നിങ്ങളത് നന്നായി ക്ലാപ്പ് ചെയ്തേ പറ്റൂ. ഒരു സ്ത്രീയെ കുറിച്ച് അതിൽ പറയുന്നത് ആ സ്ത്രീയുടെ കഥയല്ല, ആ സ്ത്രീ അതിനൊരു തന്തുവാണ്, ഒരു തീമാണ് എന്നേ ഉള്ളൂ. അതോടൊപ്പം അവർ ആ നാട്ടിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു, സാമൂഹികമായ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നു, സാമ്പത്തികമായ ആ കാലഘട്ടത്തിലെ ഓരോ ഫാമിലിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അത്തരം സാമൂഹികമായ അവസ്ഥയിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അത്രയും ഒരു ശക്തമായ ഒരു സ്വഭാവ രൂപീകരണം കുഞ്ഞുനാളിൽ കിട്ടുന്നത്, എങ്ങനെയാണ് അത് കിട്ടാതെ പോകുന്നത്, ഏത് തരം സാഹചര്യത്തിലൂടെ വളരുമ്പോഴാണ് നമ്മൾ ഡിസിപ്ലിൻ അല്ലാതെ പോകുന്നത്, അച്ചടക്കമില്ലാത്ത ഒരു തലമുറ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വളർന്നു വരേണ്ടത്, എങ്ങനെയാണ് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് മറ്റൊരാളുടെയും സഹായമില്ലാതെ സ്വന്തം അഡ്രസ്സ് പറഞ്ഞ് പരിചയപ്പെടുന്ന തലത്തിലേക്ക് ഒരാൾക്ക് വളർന്നു വരാൻ പറ്റുന്നത്. ഇത്ര നന്നായി ചിത്രീകരിക്കാൻ പറ്റണമെങ്കിൽ പലപ്പോഴും ചോദിക്കും, നമ്മളൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടാൽ പലരും അടുപ്പത്തിൻ്റെ പേരിലുള്ള നാളെ ക്ലോസ് ആയി നിൽക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്താ അപ്പം അങ്ങനെ എഴുതിയിട്ടത്, എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്, ഇങ്ങനെയൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ എഴുതിയിടുന്നത് നമ്മുടെ മാത്രമൊന്നും ആവില്ല, നമ്മൾ കേട്ട, നമ്മൾ കണ്ട, നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളോട് അടുപ്പം ഒരുപാടുള്ള, സ്നേഹം ഒരുപാടുള്ളതിൻ്റെ പേരിൽ പലരും കരുതും നമുക്ക് എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും സ്റ്റാറ്റസ് അങ്ങനെ പോലെ. ഇപ്പം അങ്ങനെയാണല്ലോ അല്ലേ, സ്റ്റാറ്റസ് നോക്കിയാണ് ആളുകളുടെ മാനസികാവസ്ഥ. നിങ്ങളൊക്കെ സ്റ്റാറ്റസ് നോക്കാറില്ലേ, അതോ ഞാനാണോ നോക്കുന്നത്? നോക്കാറില്ലേ? അപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ഇമോഷണൽ ബ്ലോക്കിംഗ് എവിടെയോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമിപ്പിക്കുന്ന തരം ആരോ ഒന്ന് പെരുമാറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ആവാറുണ്ട് കേട്ടോ. നമ്മുടെ ഇമോഷണൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. പക്ഷെ അതിനപ്പുറത്ത് ചിലത് നമുക്ക് ഇഷ്ടമാവും, ചിലത് നമ്മൾ പറയാൻ വിചാരിച്ച പല കാര്യങ്ങളാവും. അതൊരു ടെലിപ്പതിയാണ്. ഞാൻ പറയാൻ വിചാരിച്ച പല കാര്യങ്ങളും നേരത്തെ ഷിഹാബ് സാർ ഇവിടെ പറഞ്ഞു, അതേപോലെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ അതേപോലെ. ചിലപ്പോൾ ഞങ്ങളുടെ സംസാര ശൈലിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പലതും പറഞ്ഞു. പ്രഭാവതിയെ കുറിച്ച് പറഞ്ഞു, സോഹനെ കുറിച്ച് പറഞ്ഞു. ഈ 2 പേരില്ലേ, ഞാനും വായിച്ചത് പലയിടത്തും പ്രഭാവതി എന്ന് തന്നെയാണ്. 1-2 ഇടത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ പ്രഭാവതി എന്ന് വന്നിട്ടുണ്ട്. പേജ് ഞാൻ നോട്ട് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി എഴുതാന്ന്, ഇപ്പം മറന്നു. 2-3 സ്ഥലത്ത് പ്രഭാവതി എന്നുണ്ട്. അപ്പം എനിക്ക് സത്യത്തിൽ തോന്നി പ്രഭാവതി എന്ന് കൊടുത്തിട്ട് ഈ പബ്ലിഷർ അത് സ്പെല്ലിങ് മിസ്പ്ലേസ് ചെയ്തതോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വിട്ടുപോയതോ പ്രൂഫ് റീഡിങ്ങിലെ പ്രശ്നം ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ സോഹന്, അപ്പം എനിക്ക് മനസ്സിലായി ഇത് അതല്ല പ്രശ്നം, ഇത് ആളൊന്ന് ട്വിസ്റ്റ് ചെയ്തതാണ് ആ പേരിനെ. നമ്മളിങ്ങനെ അറിയാതെ നമ്മൾ വായിക്കുന്നത് അക്ഷരമൊക്കെ സോഹനെന്ന് കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും വായിച്ചു പോകുന്നത് മോഹനൻ. നമ്മളിങ്ങനെ കേട്ട് പരിചയിച്ച അല്ലെങ്കിൽ വായിച്ച അക്ഷരങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എന്തോ